ആശാനെ മഴക്കാലമായിട്ടാകെ നനഞ്ഞിരിക്കണല്ലോ, പുറത്തേക്കൊന്നും ഇറങ്ങില്ലേ? എന്താ ചെയ്യാന്ന് ഒരു പിടിയില്ല. ഈ കട്ടൻ ചായക്ക് പോലും ഒരു വകുപ്പില്ല കേട്ടാ. ഞാനേ ഒരു തരികട പരിപാടി സെറ്റാക്കിയിട്ട് വന്നിരിക്കുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ മറ്റേ കവടിയൊക്കെ നിരത്തി നോക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു പൂജ ഞാൻ അടിച്ചു മാറ്റി തന്നു കഴിഞ്ഞാൽ ആശാനെ നടത്തി തരാൻ പറ്റും. കുറച്ച് കാശ് എനിക്ക് തന്നാൽ മതി, ബാക്കി ആശ എടുത്തോ. ആശാന് ടീമുണ്ടല്ലോ, എന്തെങ്കിലും തട്ടിക്കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ പൂജ ശരിയായി ആരെ നോക്കണം. പൂജയൊക്കെ ആവുമ്പോ അതിന് കളം വരയ്ക്കലും പിന്നെ ശ്ലോകമൊക്കെ ഉണ്ടാവില്ലേ? ആശാനൊരു പേടിയും പേടിക്കട്ടെ. ആ യൂട്യൂബ് നോക്കി എല്ലാം പഠിക്കുന്നു. അതിലുണ്ട് ശ്ലോകം മന്ത്രവും എല്ലാം. അല്ലെങ്കിൽ ഈ പൂജ ശരിയായി ആർക്കെങ്കിലും നോക്കാൻ അറിയോ? നമ്മുടെ ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്നാ പിന്നെ നീ കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കോ. പിള്ളേരെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം. അമ്മാച്ചി ഒരു കാര്യം ചെയ്യാം, അവനെ വേഗം വിളിക്കാം. ഭാര്യ പിണങ്ങിപ്പോയി, അവളിനി വീട്ടിലേക്ക് തിരിച്ചു വരാൻ വല്ല വഴിയുണ്ടോ? കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ പോയി ആള് തിരിച്ചു വരും. ആ ഞാൻ പൂജയുടെ കാര്യം പറഞ്ഞില്ലേ, ആള് സെറ്റായിട്ടുണ്ട്. ആ ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയേക്കാം. ഒരു കർമ്മമുണ്ട്, അത് ഇന്ന് തന്നെ ചെയ്യണം. ആ ഓക്കെ, ഇന്ന് തന്നെ ചെയ്യാടാ, ഇന്ന് തന്നെ ചെയ്യാം. ഒരു കുഴപ്പമില്ല. ആ ശരി കേട്ടാ. ആ ശരി 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 ഓക്കെ ഓക്കെ. നിങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ളവരാ. ഇതൊരു നിമിത്താണ്. ചുട്ട കോഴീനെ പറപ്പിക്കുന്ന ആളെ ഇപ്പോൾ വിളിച്ചത്. അയാളെ അൽഫാം കടയുടെ ഫ്രണ്ടിൽ കൂടെ ഒന്നും വിടണ്ട. ആ ചുട്ടു വെച്ച കോഴികൾ മുഴുവൻ പറഞ്ഞു. നീ ഒന്നും മിണ്ടാണ്ടിരിക്കേ. ആ വിലാസനീരം പുറത്ത് കിടന്ന മണിയും അവളുടെ ഷോക്കേസിലെ സാധനങ്ങളൊക്കെ എടുത്ത് പൂജാ സെറ്റ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഉഗ്രം വരക്കാരനല്ലേ എൻ്റെ അനന്തരവൻ. നല്ല വരക്കാരനെന്നാ പെങ്ങള് പറഞ്ഞേ. ആണോ? ഇതാ ഇത് കവടികളല്ലേ ശരൻ? ഭഗവാനെ, ഡാ നിനക്ക് കവടികളല്ലാണ്ട് പൂജാകളം വരയ്ക്കാറില്ലേ? ഇനി എനിക്ക് പടവെട്ടും പാമ്പും കോണിയും വരയ്ക്കാനേ അറിയുള്ളൂ. അവരിപ്പോ വിരാശനെ. ഓ എന്ത് ചെയ്യാ? അതെ, കുറച്ച് അരിപ്പൊടിയും മഞ്ഞൾ പൊടിയും കുങ്കുമൊക്കെ എടുത്തിട്ടേ ഈ കളത്തിലൊക്കെ അങ്ങോട്ട് വിധാനിക്ക്. വീട്ടുകാർ കാണുമ്പോഴേ എന്തെങ്കിലും ഒരു ഭംഗി വേണ്ടേ? അതെ, അവർ വരുമ്പോഴേക്കേ നമുക്ക് പൂജ തുടങ്ങാം. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. കളം വരക്കാരാ, നീ ഇവിടെ വന്നു തിരുന്നേ. വീട്ടുകാർ വരുമ്പോ ഇവിടെ ഗംഭീരം മണിയടിയും പുകയും ബഹളവും വലിയ പൂജ ആയിട്ട് തോന്നണം. ഓക്കെ, ഞാൻ വലിയ വലിയ മന്ത്രങ്ങളൊക്കെ ജപിക്കും. നിങ്ങൾ ഏറ്റുപിടിച്ചാണോ? കവടിയൊക്കെ സെറ്റല്ലേ? തുടങ്ങല്ലേ നമ്മള്? അപ്പൊ ഇനി നമുക്ക് അർച്ചന തുടങ്ങാം. അർച്ചനല്ല പോയത്, അവന്റെ ഭാര്യ ആതിരയ. ആരെയായാലും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതിനുള്ള പൂജയല്ലേ ചെയ്യണത്? കണ്ണ, ഈ കവടി കളിക്കുന്ന കളം പോലെ ഉണ്ടല്ല. അല്ല സ്വാമി, ഇതെന്തോ ഇൻഡൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതില്? ഇത് കവടികളാ? അതെ, നമ്മൾ ഈ 4 വശത്തി കൂടെയും ആവാഹിച്ച് നടുക്ക് അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോഴാണ് ഈ പൂജ വിജയിക്കുക. മനസ്സിലായ? യാ ദേവി സർവഭൂതേഷു പ്രേമരൂപേണ സംസ്ഥിതാ നമോ നമഃ. കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും സിനിമ പാട്ട. അതിപ്പോ സന്ദർഭം മനസ്സിലായല്ലോ. അപ്പോ രാജകുമാരനും രാജകുമാരിയും രണ്ടുപേരും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞത്. മനസ്സിലായോ? ഓം. എന്തായെന്ന് നോക്കിയേ. ആയിട്ടില്ല ആയിട്ടില്ല, കുറച്ചും കൂടി ആവണം. ആ ഇപ്പൊ കുറച്ചൊക്കെ ശരിയായിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി നാഞ്ഞു പിടിച്ചോ. അപ്പോ പൂജയുടെ അവസാന ഘട്ടായി. രണ്ടാളൊന്ന് തൊഴുത്ത് പ്രാർത്ഥിച്ചോ. ഉറങ്ങാണോ? എനിക്കും സംശയമുണ്ട്. ഇന്നലെ അടിച്ചെൻ്റെടാ ഉറങ്ങിപ്പോയി. ചന്ദനത്തിരി കുത്തിയപ്പെടാറിഞ്ഞ്. ഇത് അവസാന ഘട്ടത്തിലെ കണ്ണടച്ചുള്ള ആവാഹനായിരുന്നു അല്ലേ? അങ്ങനെ പൂജ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ ദക്ഷിണ ആവാട്ടോ. അപ്പൊ ആ സഞ്ചിയിലിരിക്കുന്ന പൂജാ സാധനങ്ങളോ? ആ അത് നിങ്ങക്ക് വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ചോടെ അങ്ങോട്ട് ഇപ്പൊ ഹോമിക്കാം. അങ്ങോട്ട് എടുത്താടാ. അപ്പൊ ഇനി ദക്ഷിണ ആവാം. കയ്യോടെ പിടിച്ചോ. നന്നായിട്ടൊന്ന് ഹോമിച്ചു. പൂജാരിമാരുടെ വില കളയാനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളും.